പുള്ളി ചേട്ടാ പേര് മേപ്പടിയാണ്. അപ്പൊ പുള്ളി പേടിച്ചിരിക്കുക എന്ന് വെച്ചാൽ നമ്മളെ മേപ്പടിയാന്ന് പറഞ്ഞാൽ പുള്ളി വല്ല പുള്ളി മൂന്നൻ നായകനായിട്ട് വല്ല ആക്ഷൻ പടം 6 പാക്ക് ആക്കാൻ വേണ്ടി പേടിച്ചിട്ട് പുള്ളി ഇരിക്കുക. കഥ പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ കഥയാണോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഇതേ സാധനമാണ് ഐ തിങ്ക് പുള്ളിയുടെ വേർഷനിൽ പേടിച്ചിട്ട് ഇവരെങ്ങനെ ഒഴിവാക്കി വിടാമെന്ന് പറഞ്ഞ ഒരു നറേഷൻ. എന്തായാലും ആ ചിരി പറ്റുന്നില്ല, ചിരി പറ്റൂല. ഓക്കെ ശരി, വേണ്ട. ഇനി നമുക്ക് പീപ്പിൾസ് ചോയ്സിലേക്ക് വരാം. പീപ്പിൾസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ണിയാണ് ഗസ്റ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കുറേ പേരുടെ അടുത്ത് ഒരു സർവേ പോലെ നമ്മൾ ചോദിച്ചു. അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതിനകത്തുനിന്ന് നമ്മൾ പിക്ക് ചെയ്ത ഒരു 4-5 ചോദ്യങ്ങളാണ് കേട്ടോ. അതിനും കൂടെ ആൻസർ. ഉണ്ണിയുടെ ആദ്യ പ്രണയം, അതാണ് ഒരാൾക്ക് അറിയേണ്ടത്. ഏത് വയസ്സിലായിരുന്നു? സ്കൂളിലായിരുന്നോ, കോളേജിലായിരുന്നോ? ഗുജറാത്തിലെ ഒരു ഗുജറാത്തി കുട്ടീനെ? മലയാളി മലയാളി കുട്ടി. അതെ അതെ. സോ ഞാൻ ഇവിടെ കാണാൻ വേണ്ടി സൺഡേ മാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് പിന്നെ പിന്നെ അങ്ങനെ പറയാൻ ഒരുപാട്. കൗണ്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ണി എത്ര പേരെയാണെന്ന്? ഇല്ലേ, കൗണ്ട്ലെസ് ആണെന്നോ? എല്ലാരും ഓർമ്മയുണ്ട്, ഉണ്ട്, എല്ലാരും സ്റ്റിൽ ഓർമ്മയുണ്ട് ഓരോ പ്രായത്തിലും. ഇപ്പൊ ഈ പറഞ്ഞ മാസ് അറ്റൻഡ് ചെയ്യാൻ പോയത് ഏത് പ്രായത്തിലാ? ഞാൻ 12th സ്റ്റാൻഡേർഡിലായിരുന്നു. അത്ര ആയപ്പോഴാണ് പ്രേമിക്കാൻ തുടങ്ങിയത്. പ്രേമൊന്നുമില്ല, പ്രണയം ആണല്ലേ. ഈ 1 വേ സൈഡിലായിട്ട് നിന്നിട്ടുണ്ട്, 2 സൈഡിലായിട്ട് നിന്നിട്ടുണ്ട്, അങ്ങനെ പല രീതിയിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കണേ? ഇങ്ങനെ എന്റെ സ്കൂളിൽ എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എന്നുവെച്ചാൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഇപ്പോഴും എന്റെ ഫ്രണ്ടാണ്. സോ പുള്ളിക്കാരത്തി ഞാനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ടീച്ചേഴ്സിന് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവര് കല്യാണം കഴിയും. ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് സ്കൂളിൽ പോകുമ്പോഴും ടീച്ചർ ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ. അങ്ങനെ ഒരു പോയിന്റില് അപ്പൊ പുള്ളിക്കാരത്തി രാജ്പൂത്താണ്, അവിടുത്തെ രാജ്പൂത്ത്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴേ അപ്പൊ ആന്റി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കല്ലേ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പേടിച്ച് ഇതെന്തായിരുന്നു. ഞാൻ പറയാം ആന്റി അങ്ങനെയൊന്നുമില്ല, ഞാൻ ഫ്രണ്ടാണ്. പിന്നെ ആന്റി ഭയങ്കരമായിട്ട് അവരുടെ ഒരു ഡിഷ് ഉണ്ടാക്കും, ഒരു ചപ്പാത്തി പോലത്തെ എന്തോ, ഞാനത് കഴിക്കാനാണ് പോണത്. അപ്പൊ ഞാൻ പിന്നെ ഇവളോട് പറഞ്ഞു ഇങ്ങനെ. പിന്നെ ഇവൾക്ക് ഒരു 23-24 ആയപ്പോ ഷീ വാസ് ലൈക്ക് ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. ഞാൻ പറഞ്ഞു 23-ൽ ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിലേക്ക് ഇങ്ങനെ സിനിമയൊക്കെ ആയിട്ട് വരാൻ നിൽക്കാം. അങ്ങനെ ഒരു പോയിന്റിൽ ഇവള് എന്നെ വിളിച്ചു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. അപ്പൊ ഇവളുടെ മുത്തശ്ശൻ പുള്ളിക്കാരൻ മരിച്ചു ഇപ്പോ. പക്ഷെ ഞാനും പുള്ളിയുടെ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ പറഞ്ഞു നീ ദാദാജിക്ക് ഫോൺ കർ പറ ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യം ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനു വിളിക്കണം, അതൊന്നും ശരിയല്ല. അപ്പൊ ഇവള് വീട്ടിൽ പറഞ്ഞു ഒരാൾ ഇഷ്ടമാണെന്ന്. അപ്പൊ അവര് പറഞ്ഞു ഉണ്ണിയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ക്യാൻസൽ. അപ്പൊ ഈ പുള്ളിക്കാരത്തിക്ക് പിന്നീട് ഭയങ്കരമായിട്ട് ഡിബേറ്റും എലിക്വേഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടിയായിരുന്നു. അപ്പൊ ഇവള് കോളേജിൽ പഠിക്കാൻ പോയപ്പോ കോളേജിലൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായി. അപ്പൊ ഇവള് എന്നോട് പറയാം, അപ്പൊ ഞാൻ പോയ ഇപ്പൊ ഇവൾക്ക് വേറൊരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പുള്ളി കാശ്മീരി പണ്ഡിറ്റായിരുന്നു. ഇവര് എവിടേക്കോ ഡൽഹിയിലൊക്കെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യണം? അപ്പൊ ഇവളുടെ വീട്ടില് ഞാൻ വിളിച്ച് പറഞ്ഞാലാണ് ഇത് സത്യമാണെന്ന് അവര് വിശ്വസിക്കുള്ളൂ. അപ്പൊ ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞു. ഇവര് ഇവൻച്വലി കല്യാണം കഴിച്ചു, അവരുടെ ഇന്റർകാസ്റ്റ് പോലെ കല്യാണം കഴിച്ചിട്ട് പ്രശ്നമായി. ഹാപ്പിലി. അപ്പൊ എനിക്കൊരു പോയിന്റ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് പോയിട്ട്. ഇപ്പൊ ഒരാള് US ഉണ്ടായിരുന്നു. അപ്പൊ US ഷീ ഗോട്ട് മാരീഡ് ആൻഡ് പുള്ളിക്കാരത്തി എനിക്കൊന്ന് ഇവരുടെ ഏതൊരു മൊമെന്റില് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവരും ചോദിച്ചു കാണും ആരെങ്കിലും ഇഷ്ടമാണ്. അപ്പൊ എന്റെ പേര് പറഞ്ഞു. ഇയാള് ഗൂഗിൾ ചെയ്തപ്പോ എന്റെ അക്കൗണ്ട് ഒക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പൊ ഇതിന് വെരി പോസിറ്റീവ്. ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു അതേ സൈഡ്. ഇപ്പൊ എല്ലാരും ഇങ്ങനെ ദേഷ്യപ്പെടുക അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാളുടെ കാര്യം പറഞ്ഞു ഇവളോട്. ഞാനിതൊക്കെ എല്ലാവരുടെയും കഥ കേട്ടോണ്ടിരുന്നു. ഇനി എനിക്ക് ഈ പ്രണയത്തെ കുറിച്ച് തന്നെ എനിക്ക് വേറൊരു കാര്യം ഉണ്ണിയുടെ അടുത്ത് ചോദിക്കേണ്ട. അതിന് തൊട്ട് മുമ്പേ നമ്മുടെ മൈൽ സ്റ്റോണിൽ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഉണ്ണി വന്നപ്പോ ഇതേ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഉണ്ണി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതെന്താന്ന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം എന്താന്ന്. ആരുടെയും കല്യാണം കണ്ടിട്ട് അസൂയ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ എനിക്ക് അതാണ് പണി. ഇതിപ്പോ കല്യാണം കണ്ടിട്ടല്ല, കല്യാണം കഴിക്കാത്തോണ്ട് കുറച്ച് അസൂയ തോന്നിയിട്ടുണ്ട്. പാർവതി എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. ഓ അതൊന്നുമില്ല, അതൊക്കെ ഇവിടെ വേറെ വേറെ സ്റ്റാർസ് ഒക്കെ ഇവിടെ. അയ്യോ എന്താണ് ഉണ്ണി അത്? എനിക്കറിയില്ല. പാർവതി ഇങ്ങനെ ചോദിച്ചപ്പോ ഇങ്ങനെ ബേസിക്കലി
എന്റെ കല്യാണം നടക്കാത്തതുകൊണ്ടും ഇവർക്ക് ഇത് തന്നെ ചോദിക്കേണ്ടാവും, എന്താണ് കല്യാണം blah blah blah. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നുണ്ടോ ശരിക്കും എല്ലാ കല്യാണ വീട്ടിലും കാര്യം? ഉണ്ടാവുമല്ലോ. അവര് ആലോചിക്കുന്നുണ്ടോ ഉണ്ണിക്ക് ഒരു അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ കൂടുതൽ താല്പര്യം? എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, ചിലർക്ക് ഇപ്പം നമുക്ക് ചിലർക്ക് സെറ്റ് ആവില്ല അറേഞ്ച്ഡ് മാരേജ്, എന്നാൽ ചിലർക്ക് ലവ് മാരേജ് സെറ്റ് ആവില്ല. അപ്പൊ അങ്ങനെ ഒരു ഉണ്ണിയുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? ഞാൻ ഇതിന് ഭയങ്കര ഇപ്പൊ ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിക്കാറില്ല ആക്ച്വലി. കല്യാണത്തെ കുറിച്ച് ഇതുവരെ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് ഇങ്ങനെ അയ്യോ കല്യാണം നടന്നിട്ടില്ല അതുകൊണ്ട് എന്തോ പ്രശ്നമാണെന്ന് ഇല്ല. അത് എന്നാലും അമ്മ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ മോനെ ഡെഫിനറ്റ്ലി. അപ്പൊ നമ്മളിങ്ങനെ പറയും ഓക്കെ നിങ്ങൾ നോക്കൂ നോക്കൂ, ഓക്കെ നോക്കൂ ഏതെങ്കിലും ഒരാൾ കണ്ടുമുട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. ചെയ്യാം. പക്ഷെ എനിക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ഇത് ഒരു ഈ ടൈമായി ഞാൻ ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് അതിലൊരു പാനിക് ലെവലില് നിൽക്കുന്നില്ല. നിന്നിട്ട് എന്തെങ്കിലും ഒരു എടുത്തു ചാടി ഒരു തീരുമാനം ചെയ്യും ഈ കാര്യത്തിൽ ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന് പറയാം. എടുത്തു ചാട്ടം ഇല്ല. ഓക്കെ, അപ്പൊ പിന്നെ അത് വഴിയെ വരേണ്ട സമയത്ത് വരേണ്ട ഒരു സമയത്ത് അത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ശരി, അതുവരെ ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് കേട്ടോ, ഉണ്ണിയുടെ സ്റ്റാർ ക്രഷിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് ഉത്തരമായിരിക്കും ലഭിക്കുക? അനുഷ്ക ഷെട്ടി. എല്ലാ മൂവീസും കാണാറുണ്ടോ? എല്ലാം ഏകദേശം എല്ലാ മൂവീസ് കാണുന്നില്ല, എന്നാലും അത്യാവശ്യം കാണാറുണ്ട്. കണ്ടിട്ടൊക്കെ അങ്ങനെയല്ലേ. ഓക്കെ, യെസ്, ഓക്കെ. അടുത്തത്, ഉണ്ണി മുകുന്ദന്റെ സംവിധാനത്തിൽ ഒരു സിനിമ ഇനി എന്ന് കാണാനാകും? എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ആണോ ഉണ്ണി? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? അതെ അതെ. ഞാൻ ആക്ച്വലി കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ റെഡിയാണ്, പിന്നെ സാഹചര്യങ്ങൾ ഇങ്ങനെ ഒത്തുചേർന്ന് വന്നാൽ ചെയ്യുന്ന രീതിയിലാണ്. ഓ, ഓക്കെ. കഥയൊന്നും കേട്ടു തുടങ്ങുമോ? അങ്ങനെയൊന്നും ആയിട്ടില്ല? എല്ലാം റെഡിയാണ്. ആണ്. ഓൾമോസ്റ്റ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ധാരണയുണ്ട്. അത് അതിന്റെ ഒരു ലോജിസ്റ്റിക്സും പിന്നെ അത് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം, പിന്നെ എന്റെ ബേസിക്കലി ഇതിനെല്ലാം തടസ്സം വരുന്നത് ആഗ്രഹമുണ്ട്. അപ്പോ ഞാനിപ്പോ കമ്മിറ്റ് ചെയ്ത സിനിമകൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പ്രയോറിറ്റി. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനില്. ഓക്കെ, ഗുഡ്. അഭിനയിച്ച നായികമാരിൽ ഇനി ഒരു തവണ കൂടി അഭിനയിക്കണമെന്ന് തോന്നിയത് ആരുടെ കാര്യത്തിലാണ്? ഇതൊക്കെ ഓരോരുത്തരും ചോദിക്കുന്ന കേട്ടോ, ഓരോരുത്തർക്കും അറിയാനുള്ള ഓരോരോ അഭിനയിച്ച നായികമാരിൽ. ലാസ്റ്റ് ഇപ്പൊ ഞാൻ ജയഗണേഷിൽ വർക്ക് ചെയ്ത മഹിമയോടൊപ്പം വർക്ക് ചെയ്യാം. ഐ തിങ്ക് ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ചാൽ വൺ ഓഫ് ദി മോസ്റ്റ് ഈ അടുത്തായിട്ട് ഭയങ്കര പ്രൊഫഷണൽ ആണ്. ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടാൻ സാധ്യതയുള്ളൊരു ആക്ട്രസ് ആണ്. ഷീ ഈസ് വെരി ഗുഡ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ആക്ടിങ് ആൻഡ് പിന്നെ പ്രൊഫഷണലിസം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ലൈക്ക് ഒരു പ്രൊജക്ടിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം, അതെല്ലാം പക്ക. ഓക്കെ, അത് വെച്ച് ചോദിക്കുമ്പോ ചോദിക്കട്ടെ, ലോഹിതദാസ് സാറുമായിട്ട് എങ്ങനെയെങ്കിലും പരിചയമുണ്ടോ? കണക്റ്റഡ് ആണോ? ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായപ്പോ അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗംഗാധരൻ അങ്കിൾ, തൃശ്ശൂര്. ഗംഗാധരൻ അങ്കിളുടെ ഫ്രണ്ടാണ് TG രവി സാറ്. അങ്ങനെ TG രവി സാറിന്റെ അടുത്ത് തൃശ്ശൂർ ആരെങ്കിലും സിനിമ ഡയറക്ടർ ആരെങ്കിലും, അങ്ങനെ ലോഹിത് സാറിന്റെ നമ്പർ അഡ്രസ്സ് കിട്ടി. ആ അഡ്രസ്സിലേക്ക് ഞാൻ കത്തയക്കുന്നു. പിന്നെ സാറിന് ഇഷ്ടപ്പെട്ടിട്ട് സാറ് വിളിക്കുക, അങ്ങനെയാണ് ഉണ്ടായത്. അത് മാളികപ്പുറം ഹിറ്റ് ആയതിനു ശേഷം ഞാൻ TG രവി സാറിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കുകയാണ്. ചേട്ടൻ കൊടുത്ത അഡ്രസ്സ് കാരണമാണ് പിന്നീട് സിനിമയിൽ വരാൻ സാധിച്ചത്. ഹി വാസ് വെരി ഹാപ്പി. ഓ, അങ്ങനെ. ഓക്കെ, ശരി. ഇനി പ്രേക്ഷകർ പീപ്പിൾസിന്റെ അടുത്തത് ഡ്രീം ക്യാരക്ടർ ഓഫ് ഉണ്ണി മുകുന്ദൻ, അതാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അറിയില്ല, ഞാൻ ഒരുപാട് ഇനിയും സിനിമകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും നന്നായി വരട്ടെ എന്നാണ്. അങ്ങനെ ഇന്ന സ്പെസിഫിക് ഇല്ല. മനസ്സിൽ കാണുന്നത് ഏത് തരത്തിലുള്ള ഒരു ക്യാരക്ടർ? ഒരു സൂപ്പർ ഹീറോ സിനിമ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഗന്ധർവ എന്ന സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ എനിക്കൊരു ആർമി മൂവി ചെയ്യണമെന്നുണ്ട്, ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, അത് പിന്നീട് ഒരു നല്ല രീതിയിൽ മുന്നോട്ട്. ഇപ്പൊ ഞാൻ മാളികപ്പുറം ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത് ഇത്രയും നല്ല രീതിയിൽ ഹിറ്റ് ആവുന്നു അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അത് മേപ്പടിയാനാണെങ്കിലും മല്ലു സിംഗ്. ഇപ്പൊ ഞാൻ മല്ലു സിംഗ് ആദ്യം റിജക്ട് ചെയ്ത സിനിമയാണ്. എനിക്ക് ഈ കഥ വല്ലാത്തൊരു കഥയാണെന്ന് തോന്നി, പക്ഷെ അത് ഇത്ര വലിയ ഹിറ്റ് ആയില്ല. അപ്പൊ എനിക്ക് അറിയില്ല, ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. ഇനി നമുക്ക് ജയ് ഗണേശനിലേക്ക് എത്താം. ജയ് ഗണേശനില് മുമ്പേ നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞിട്ട് അത് അവിടെ നിന്നു. ഉണ്ണിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ റിവീൽ ചെയ്താൽ മതി. എന്റെ ക്യാരക്ടർ ഗണേഷ്, ഞാൻ ഈ അടുത്തായിട്ട് കേട്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നിയത്. ഇമോഷണൽ കണക്ട് ഭയങ്കരമായിട്ട്. ഞങ്ങള് രഞ്ജിത്ത് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു, പിന്നെ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തു. ഞാനൊരു 28 ഡ്രാഫ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു.